ഇന്ന് എൻ്റെ വക ഒരു കുട്ടി ഡെയിലി വ്ളോഗ്. ടൗണിൽ വന്നിട്ട് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു, ബാങ്കിൽ പോകാൻ, ഡ്രസ്സ് എടുക്കാൻ, അങ്ങനെ. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ലാഫെയറിലേക്ക് തന്നെ പോയി. അവിടെ പോയി സ്ഥിരം ഓർഡർ ചെയ്യുന്ന മട്ടൺ സൂപ്പ് അടിപൊളിയായിരുന്നു. എപ്പോഴത്തെയും പോലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അത് ലാഫെയറാണ്, അവിടുത്തെ ബിരിയാണിയാണ്, പിന്നെ ഈ സൂപ്പ് അത് മസ്റ്റാണ്. ഇനി അവസാനമായി നമ്മളൊരു പൈനാപ്പിൾ ഷേക്ക് പറയും. ഇതാണ് നമ്മുടെ സ്ഥിരം റൊട്ടീൻ. സൂപ്പ് എനിക്കിഷ്ടമായിരുന്നു. മാഞ്ചോ കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമുള്ളത് മാഞ്ചോ അല്ല, ആദ്യം തന്നെ ഇഷ്ടമുള്ളത് മട്ടൺ സൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം അങ്ങനെ കഴിക്കേണ്ട ഒരു വിശപ്പുണ്ടാവാത്തത് കൊണ്ട് 2 അയക്കുട ബിരിയാണി വാങ്ങിച്ചു. എന്നിട്ട് ഷെയർ ഇട്ടു. എനിക്കധികം വിശക്കുന്നുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പം ചോറ് കഴിക്കേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പം തൊട്ടടുത്ത് വേറെ വ്ളോഗേഴ്സ് ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഗായ്സ്, എന്തെടുത്താലും 95, എന്തെടുത്താലും 10. നിന്നെ കൊടുത്താൽ തരുമോപ്പാണെങ്കിലും. നാച്ചുറൽസിൽ വരാനുണ്ടായിരുന്നു. ഗായത്രിക്ക് ഹെയർ കട്ടും അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടെ വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ മുടിയൊന്ന് സെറ്റ് ചെയ്താലോ, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്നാൽ പിന്നെ ഇരിക്കുകയല്ലേ, ഞാനും പോയി ജസ്റ്റ് ഒരു ഹെയർ വാഷും ജസ്റ്റ് ഒരു ബ്ലോ ഡ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം സ്പായി എടുത്ത് ചെയ്തതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ, എൻ്റെ മുടി. ഇനി ഞാൻ ഒരാഴ്ചത്തേക്ക് കുളിക്കില്ല. അത് കഴിഞ്ഞ് ഇനി എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകണം. ആ വഴിക്ക് നമ്മൾ ഡൗൺ ടൗണിൽ കയറി. എൻ്റെ സ്ഥിരം ഹോപ്പ് കയറി ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെഞ്ച്വറിയിൽ പോയി. സെഞ്ച്വറിയിലത്തെ തലശ്ശേരി സെഞ്ച്വറി പോയി. എന്നെ കാണുന്നുണ്ട്. സെഞ്ച്വറി പോയി. ഏത് സെഞ്ച്വറി? തലശ്ശേരി സെഞ്ച്വറി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സാധനം എടുത്തു തരാൻ ആളില്ല, തിരക്കായതുകൊണ്ടായിരിക്കാം. പക്ഷെ അവരെ മുഖത്തെ എക്സ്പ്രഷൻ കാണണമായിരുന്നു. എക്സ്പ്രഷൻ നിനക്ക് എടുത്ത് തരില്ലടി, നീ എന്താക്കുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിനി. ആദ്യം ഒരു ചെക്കൻ ഉണ്ടായിനി, ഓനോട് ടോപ്പ് വെച്ച് കുറച്ച് പാർട്ടി വെയർ എന്നല്ല, കാഷ്വൽ അല്ലാത്തത് എടുത്ത് വരുന്നതില്ലേ 200 രൂപ രാമന്റെ സാധാ ടോപ്പുകൾ ഉണ്ടാവില്ലേ. എടാ, നമുക്ക് കാഷ്വൽ അല്ല വേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെല്ലാം കാഷ്വൽ അല്ലേ, മറ്റേത് എവിടെയാ? അതില്ല. ഒരു ഊമയാണോ ഇനി? മാസ്ക് ഇട്ടിട്ടുണ്ട്, അതിനോട് കാണുന്നുണ്ടായിട്ട. അത് കഴിഞ്ഞ് വേറൊരു പെണ്ണുങ്ങളോട് ചോദിച്ചു, അല്ല വേറെ പെണ്ണുങ്ങളോട് ചോദിച്ചെന്ന് തോന്നുന്നല്ലേ. അവരപ്പൊ പറഞ്ഞ് മൈൻഡ് ആക്കിയിട്ടാ. അപ്പൊ അങ്ങ് അറ്റത്തെ സെക്ഷനിൽ ഉണ്ടാവും പറഞ്ഞു. അത് അങ്ങനെ അവൾ അറ്റത്തെ സെക്ഷനിൽ പോകുമ്പോ അവിടെ ഇങ്ങനെ കുന്നുകൂട്ടിട്ടിന്. അതിന്റെ ഇടക്കൂടെ ഓടി നടന്ന ഒരു പെണ്ണുണ്ടായിന്. ഓളെ മുഖത്തോക്കി ഞാൻ പുച്ചൊട്ടിന്. നീ വിട്ടിനാ? അതൊക്കെ മനസ്സിലായിന്. ഓളെ ഈ വീഡിയോ എങ്ങാനും കണ്ടാലും നിന്റെ വിചാരം നീ എന്തോ ആണെന്ന്. നീ ഒന്നും അല്ലടി. ഓളെന്തൊക്കെ അറിയാ, ഓള് ട്രയൽ റൂമിൽ ഉണ്ടായിന്. ഓള് പുറത്ത് നിന്നിട്ട് അഭിപ്രായം ചോദിക്കുക. വേണം ക്യൂ. ഇവള് കയറിയ സമയത്ത് അയ്യോ എന്റെ ഡ്രസ്സ് ഉണ്ട് അവിടെ, ഞാൻ അതിന്റെ ഉള്ളിൽ കയറി നിൽക്കട്ടെ. എന്നിട്ട് ഓളെ അതിന്റെ ഉള്ളിൽ കയറി നിന്ന് ഇറങ്ങുന്നില്ല. അത് ബാക്കി ആർക്കും പോണ്ടേ? അങ്ങനെ ഇല്ലവർക്കല്ല ഇവര് വേഗം എടുത്തു കൊടുക്കുന്ന കണ്ടിന്. അപ്പൊ നമ്മളെ കണ്ടപ്പോ എടുത്തരാത്ത എന്താ, നമ്മളൊന്നും എടുക്കൂലെന്ന് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ എടുക്കാനാ പോയേ. എന്നിട്ട് താഴെ എല്ലാരോടും പറഞ്ഞു, എല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. വന്നിട്ട് രാത്രി 10 മണിക്കില്ല മാർക്കോ മൂവിക്ക് നമ്മൾ പടത്തിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ കണ്ടതിൽ അടിപൊളി ആയിരുന്നു. ബൈ.